അക്ഷരങ്ങളെ തൊട്ടുതലോടിയും കഴിവുകളെ നട്ടുനനച്ചും അമലഗിരിയുടെ കുഞ്ഞുമക്കൾക്ക് അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു നൽകുന്ന അമലഗിരി സെന്റ് തോമസ് LP സ്കൂളിൻ്റെ 39ാമത് വാർഷികാഘോഷവും സ്നേഹബഹുമാനപ്പെട്ട ലില്ലിക്കുട്ടി ടീച്ചറിൻ്റെ യാത്രയയപ്പ് സമ്മേളനവും നടക്കുന്ന ഈ വേളയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. കൊറോണ വൈറസ് വ്യാപനം മൂലം ഈ അധ്യയന വർഷവും ജൂൺ 1-ാം തീയതി മുതൽ ഓൺലൈൻ പഠന രീതിയാണ് ആരംഭിച്ചത്. ജൂൺ 1-ാം തീയതി ഗൂഗിൾ മീറ്റിലൂടെ പ്രവേശനോത്സവത്തോടെ ഈ വർഷത്തെ അധ്യയനത്തിന് തുടക്കം കുറിച്ചു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി, സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസ് വലിയകുന്നത്ത്, വാർഡ് മെമ്പർ ശ്രീ ബിജുമോൻ PR എന്നിവരുടെ ഓഡിയോ സന്ദേശങ്ങൾ പ്രവേശനോത്സവ സമയത്ത് കുട്ടികളെ കേൾപ്പിച്ചു. വിക്ടേഴ്സ് ചാനലിലൂടെയുള്ള ഓൺലൈൻ ക്ലാസുകൾക്ക് പുറമെ അധ്യാപകർ എടുക്കുന്ന ഇൻട്രാക്ഷൻ ക്ലാസുകളും കുട്ടികൾക്ക് നൽകിയിരുന്നു. കോവിഡ് കാലത്തിന്റെ പരിമിതികൾക്കുള്ളിലും കുട്ടികൾ എല്ലാ പ്രധാനപ്പെട്ട ദിനങ്ങളും വീടുകളിൽ സമുചിതമായി ആഘോഷിച്ചു. ജൂൺ 5-ന് പരിസ്ഥിതി ദിനം വീടുകളിൽ വൃക്ഷത്തൈകൾ നട്ട് ഫലപ്രദമായി ആഘോഷിച്ചു. ഇതിന് സഹായിച്ച മാതാപിതാക്കളെ ഈ അവസരത്തിൽ അഭിനന്ദനം അറിയിക്കുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനം സ്കൂളിൽ ഭംഗിയായി ആഘോഷിച്ചു. വാർഡ് മെമ്പർ ശ്രീ ബിജുമോൻ PR പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. ഓൺലൈനായി മത്സരങ്ങൾ നടത്തി വിജയികൾക്ക് അന്നേ ദിവസം സമ്മാനവും നൽകി. നമ്മുടെ സ്കൂളിൽ എല്ലാ വർഷവും മാനേജർ അച്ഛനും മാതാപിതാക്കളും ടീച്ചേഴ്സും കുട്ടികളും ഒത്തുചേർന്ന് ഓണാഘോഷം നടത്തുന്ന പതിവാണുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷത്തെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഒന്നിച്ചുള്ള ആഘോഷം സാധ്യമല്ലായിരുന്നു. കുട്ടികൾ വീടുകളിൽ നടത്തിയ ഓണാഘോഷത്തിന്റെ ചിത്രങ്ങൾ പരസ്പരം സ്കൂൾ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുകയും ഓണാശംസകൾ നേരുകയും ചെയ്തുകൊണ്ട് ഓണത്തിന്റെ ഒത്തൊരുമ കുട്ടികൾ ആസ്വദിച്ചു. അധ്യാപക ദിനവും ഓൺലൈനായി ആഘോഷിക്കുകയുണ്ടായി. കുട്ടികൾ വോയിസ് മെസ്സേജുകളും ആശംസാ കാർഡുകളും സ്കൂൾ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുകയും തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ആശംസകൾ നേരുകയും ചെയ്തു. അതിലൂടെ അധ്യാപക ദിനത്തിന്റെ മഹത്വം കുട്ടികൾ വെളിവാക്കി. സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങൾ. നവംബർ 1-ന് സ്കൂൾ തുറക്കുന്നതിന്റെ മുന്നോടിയായി ഒക്ടോബർ മാസത്തിൽ പല ദിവസങ്ങളിലായി PTA സഹകരണത്തോടെ സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പാചകപ്പുരയും പരിസരവും വൃത്തിയാക്കുകയും ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടുകളിലും മണ്ണ് നിറച്ച് പച്ചക്കറികളും ചെടികളും നടാൻ സജ്ജമാക്കുകയും ചെയ്തു. കൂടാതെ ബഹുമാനപ്പെട്ട മദറിന്റെ നേതൃത്വത്തിൽ മാതൃദീപ്തി അംഗങ്ങൾ സ്കൂൾ ഹാൾ, ബെഞ്ച്, ഡെസ്ക് എന്നിവ വൃത്തിയാക്കി. ശുചീകരണത്തിൽ സഹകരിച്ച എല്ലാ മാതാപിതാക്കളെയും പ്രത്യേകമായി സ്കൂൾ സ്റ്റാഫ് സിനി മടിക്കാങ്കലിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഓഫ്ലൈൻ പ്രവേശനോത്സവം. ലോകത്തെയാകെ പിടിച്ചുലച്ച കോവിഡ് മഹാമാരിയുടെ ഭീതി തെല്ലൊന്നകന്നതോടെ സ്കൂളുകൾ തുറക്കാൻ ഗവൺമെന്റ് തലത്തിൽ തീരുമാനമായതിനാൽ നവംബർ 1-ന് പ്രവേശനോത്സവത്തോടെ നമ്മുടെ സ്കൂളും തുറന്ന് പ്രവർത്തനമാരംഭിച്ചു. വാർഡ് മെമ്പർ ശ്രീ ബിജുമോൻ PR അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുട്ടികളെ മധുരപലഹാരങ്ങളും പഠനോപകരണങ്ങളും നൽകി സ്വീകരിച്ചു. അന്നേ ദിവസം തന്നെ ജെസ്സി ജോർജ്, സ്റ്റെഫി സ്റ്റീഫൻ എന്നിവർ അധ്യാപകരായി ചുമതലയേറ്റു. കൈകളുടെ ശുചിത്വം, മാസ്ക് ധരിക്കൽ തുടങ്ങിയ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ അധ്യാപകരും കുട്ടികളും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ശിശുദിന ആഘോഷം. നവംബർ 14 ശിശുദിനത്തിന്റെ മാധുര്യം കുട്ടികൾ സേമിയ പായസം നുകർന്നുകൊണ്ട് ആസ്വദിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിക്കുകയുണ്ടായി. മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. കുട്ടികൾക്ക് സമ്മാനം സ്പോൺസർ ചെയ്ത മദർ സുപ്പീരിയറെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു.
ക്രിസ്മസ് ആഘോഷം. കുട്ടികളും അധ്യാപകരും ഒരുമിച്ച് ക്രിസ്മസ് ട്രീ ഒരുക്കിയും കേക്ക് മുറിച്ചും കരോൾ ഗാനം പാടിയും ക്രിസ്മസ് ഫ്രണ്ടിന് സമ്മാനങ്ങൾ നൽകിയും കുട്ടികൾ ക്രിസ്മസ് സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ മാനേജർ അച്ഛനെ സന്ദർശിച്ച് കുട്ടികളും അധ്യാപകരും ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയും ചെയ്തു. പഠന പ്രവർത്തനങ്ങൾ. സ്കൂൾ അസംബ്ലി. ആഴ്ചയിൽ 2 ദിവസം സ്കൂൾ അസംബ്ലി നടത്തുന്നു. ബൈബിൾ വചനം, കടങ്കഥ ഇവ പറയൽ, പത്രം വായന, എക്സസൈസ് എന്നിവ അസംബ്ലിയിൽ ഉൾപ്പെടുത്തുന്നു. സദസ്സിനെ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം ഇതിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നു. പീരിമേട് BRCയിൽ നിന്നും നിർദ്ദേശിച്ചിരിക്കുന്ന ഹലോ ഇംഗ്ലീഷ്, ഉല്ലാസഗണിതം, അതിജീവനം എന്നീ പഠന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് സമയോചിതമായി നൽകുന്നു. ഇംഗ്ലീഷ്, ഗണിതം എന്നീ വിഷയങ്ങളിൽ അഭിരുചി വളർത്തുന്നതിനും പഠന പ്രവർത്തനങ്ങൾ ആയാസരഹിതമായി പൂർത്തിയാക്കുവാനും ഈ പ്രവർത്തനങ്ങൾ കുട്ടികളെ സഹായിക്കുന്നു. ഇടുക്കി ജില്ല രൂപീകരിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ ജില്ലയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് നൽകിയിരുന്നു. നമ്മുടെ ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണവും പഠനവുമാണ് കുട്ടികൾ നടത്തിയത്. കോവിഡ് കാലഘട്ടം കുട്ടികളിലുണ്ടാക്കിയ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനും പഠന പോരായ്മകൾ പരിഹരിക്കാനും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അധ്യാപകർ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. സ്കൂൾ ലൈബ്രറി. ഏതാണ്ട് 800ഓളം ബാലസാഹിത്യ കൃതികൾ അടങ്ങിയ ഒരു പുസ്തകശേഖരം നമ്മുടെ സ്കൂളിനുണ്ട്. മുഴുവൻ സമയ ക്ലാസുകൾ ആരംഭിച്ചതോടുകൂടി വായനയ്ക്കായി കുട്ടികൾക്ക് പുസ്തകങ്ങൾ നൽകി വരുന്നു. വായനാ ചങ്ങാത്തം, വായനാമൂല എന്നീ പ്രവർത്തനങ്ങളും സ്കൂൾ ലൈബ്രറിയോട് അനുബന്ധിച്ച് നടത്തി വരുന്നു. ഉച്ചഭക്ഷണ വിതരണം. നവംബർ 1-ാം തീയതി മുതൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകി വരുന്നു. ആഴ്ചയിലൊരിക്കൽ പാൽ, മുട്ട എന്നിവ നൽകുന്നു. കൂടാതെ പച്ചക്കറി, പയറുവർഗ്ഗങ്ങൾ എന്നിവയും ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു. കുട്ടികൾക്ക് ശുചിയായും രുചികരമായും ഭക്ഷണം പാകം ചെയ്തു വരുന്ന സ്കൂൾ സ്റ്റാഫ് സിനി മടിക്കാങ്കലിനെ ഏറെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. സ്റ്റാഫ് കൗൺസിൽ. ഈ അധ്യയന വർഷത്തെ സ്റ്റാഫ് കൗൺസിൽ നവംബർ 2-ാം തീയതി നടക്കുകയുണ്ടായി. സ്റ്റെഫി സ്റ്റീഫൻ, ജെസ്സി ജോർജ് എന്നിവർ സ്കൂളിലെ പുതിയ അധ്യാപകരായി ചുമതലയേറ്റു. സ്കൂൾ സുരക്ഷ, ഹെൽത്ത് ക്ലബ്, ന്യൂൺ ഫീഡിംഗ്, മാത്സ് ക്ലബ്, സയൻസ് ക്ലബ്, കാറ്റക്കിസം, KCSL എന്നിവയുടെ മേൽനോട്ടം ഹെഡ്മിസ്സസ് ലില്ലി ജോസഫും, സ്റ്റാഫ് സെക്രട്ടറി, PTA സെക്രട്ടറി, ജനറൽ ഡിസിപ്ലിൻ ഓഫ് സ്കൂൾ, സ്കൂൾ സുരക്ഷ, സ്പെഷ്യൽ ഡേ സെലിബ്രേഷൻ, സോഷ്യൽ സയൻസ് ക്ലബ് എന്നിവയുടെ മേൽനോട്ടം സ്റ്റെഫി സ്റ്റീഫനും, SRG കൺവീനർ, കോവിഡ് പ്രോട്ടോകോൾ പാലനം, സേഫ്റ്റി ടീച്ചർ, വിദ്യാരംഗം കലാസാഹിത്യവേദി, ഹെൽത്ത് ക്ലബ്, വർക്ക് എക്സ്പീരിയൻസ്, സ്കൂൾ അസംബ്ലി എന്നിവയുടെ മേൽനോട്ടം ജെസ്സി ജോർജും സ്വീകരിച്ചു. ഉപസംഹാരം. സ്കൂൾ കെട്ടിടങ്ങളുടെ ആസ്ബറ്റോസ് ഷീറ്റുകൾ മാറ്റണമെന്ന ഗവൺമെൻറ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 2020 മാർച്ച് മാസത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ ആസ്ബറ്റോസ് ഷീറ്റ് മാറ്റി ഒറാലിയം ഷീറ്റിട്ട് മേഞ്ഞിരുന്നു. സ്കൂളിൻ്റെ മേൽക്കൂരയിൽ നിന്ന് പഴയ ഷീറ്റുകൾ മാറ്റുന്നതിനുള്ള ജോലികൾ ശ്രമദാനമായാണ് നടത്തിയത്. ഈ പൊതുപ്പണിയിൽ PTA അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ആത്മാർത്ഥമായി പങ്കെടുത്തു. ഇതിന് നേതൃത്വം നൽകിയ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസ് വലിയകുന്നത്ത്, കൈക്കാരന്മാരായ ശ്രീ ജോസ് അഴകത്ത്, ശ്രീ സോമി പൊരിയത്ത്, പൊതുപ്പണിയുടെ കൺവീനർ ശ്രീ സണ്ണി മുതുകാട്ടിൽ എന്നിവർക്ക് ഈ അവസരത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. റൂഫിംഗ് ജോലികൾ ഭംഗിയായി പൂർത്തിയാക്കിയ ജോമോൻ ചെല്ലാർക്കൗരിനും
പ്രത്യേക അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു. ഇതിനാവശ്യമായ സാമ്പത്തിക സഹായം നൽകിയ കോർപ്പറേറ്റ് മാനേജർ സ്നേഹബഹുമാനപ്പെട്ട ഡൊമിനിക് ഐലുപറമ്പിലച്ചനെ ഏറെ സ്നേഹത്തോടും നന്ദിയോടും ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. പൊതുപ്പണിയിൽ പങ്കെടുത്തവർക്ക് ആഹാരം പാകപ്പെടുത്താൻ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മദർ ജോസ് അനിയമ്മയ്ക്കും മാതൃദീപ്തി അംഗങ്ങൾക്കും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. ഒട്ടേറെ പരിമിതികൾക്കിടയിലും സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻ HM ഗ്രേസമ്മ മാത്യു ടീച്ചറിനും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഈ അധ്യയന വർഷാരംഭത്തിൽ പോരായ്മകൾക്കിടയിലും ഏകയായി നിന്ന് ഈ സ്കൂളിനെ മുന്നോട്ട് നയിച്ച ഹെഡ് മിസ്ട്രസ് ലില്ലി ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളോട് സഹകരിച്ച വാർഡ് മെമ്പർ ബിജു PR, SH കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ്, PTA അംഗങ്ങൾ, മറ്റ് നാട്ടുകാർ, ഈ അധ്യയന വർഷത്തിൽ കുറച്ചു മാസങ്ങൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സ്റ്റെഫി ടീച്ചർ, ഷൈനി ടീച്ചർ എന്നിവരെയും നന്ദിയോടെ ഓർക്കുന്നു. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ചേർന്നു നിന്ന സ്റ്റാഫ് സിനി സാബു മടിക്കാങ്കലിനും നന്ദി അർപ്പിക്കുന്നു. സർവോപരി ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കുന്നു.